റഫാൽ എന്ന് പറയുന്നത് സച്ച് എ ഹൈലി ടെക്നിക്കൽ ആൻഡ് ക്വാളിഫൈഡ് ആൻഡ് ടെസ്റ്റഡ് എയർക്രാഫ്റ്റ്. പാകിസ്ഥാനെ പോലുള്ള ഒരു ചീള് പാർട്ടീസ് 5 അടിച്ച് നമ്മുടെ മണ്ണിലോട്ട് വീഴ്ത്തുക എന്ന് പറയുന്നത് what are you talking? ഇന്ത്യക്ക് അടികിട്ടാൻ തുടങ്ങിയിട്ടാ. അതിന് സഹതാപമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷമുള്ള കുറേ എണ്ണം ഉണ്ട്. ഇവിടെ ഊണും കൂറവിടെ. മൗലാന മസൂദിന്റെ ഫാമിലിയിലത്തെ 12 പേരെ കൊന്നു. ഒരു മനുഷ്യരല്ലേ. എൻ്റെ പെങ്ങന്മാർക്ക് ആ വിധവയാക്കി പറഞ്ഞു വിട്ട ഈ 26 പേരുടെ അതിൽ 10-20 പേര് മാരീഡാണ്. അവർ മനുഷ്യരല്ലായിരുന്നു. അന്നെന്താ ഇവിടെ ആരും കേരളത്തിൽ നിന്നും മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് നടക്കായിരുന്നു? പൂഞ്ച് രജോറി സെക്ടറിൽ ഷെല്ല് ചെയ്യാൻ അത് എന്നും നടക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം പൂഞ്ചിൽ അപ്പുറത്ത് പാകിസ്ഥാൻ ടൗണ്, ഇപ്പുറത്ത് നമ്മുടെ ടൗൺ. ഇങ്ങനെയാണ് അവിടുത്തെ ഏരിയ. അപ്പോൾ ഈ ഷെല്ലിംഗ് ഉള്ളത് അതിൻ്റെ പിറകിൽ അപ്പുറത്ത് അവിടെയും ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുക. അതെന്നും ഒരു യൂഷ്വൽ സംഭവമാണ്. ഞാൻ മോദിജിയിൽ പ്രഭാവിതനാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ആ ഒരു ലീഡർഷിപ്പിൽ ഐ ആം റിയലി ഇംപ്രസ്ഡ്. പിന്നെ വിൽ പവറിൽ നമ്മുടെ സോൾജേഴ്സ് ഗോട്ട് സോളിഡ് വിൽ പവർ. പാകിസ്ഥാനീസ് ഡോണ്ട് ഹാവ്. വൈ? ബിക്കോസ് ദേ ആർ ഓൾവേസ്, ഏത് സമയത്തും പാകിസ്ഥാനി സോൾജേഴ്സ് ഓഫീസേഴ്സായിട്ട് ചെയ്തില്ല. പടച്ചോൻ്റെ അടുത്ത് മാപ്പം പറഞ്ഞ് ഞാൻ ചെയ്തെല്ലാം തെറ്റാണ്, ഇനി ഇല്ല ടെററിസം. ഇത് കണ്ടിട്ടെങ്കിലും നീ പഠിച്ചാൽ പാകിസ്ഥാന് കൊള്ളാം. ഇതിൻ്റെ പ്രതികാരമായിട്ട് നീ ഇവിടെ വരികയാണെങ്കിൽ നീ ഇനി അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ മൗലാന. ജമ്മുവിലോട്ട് വരുന്ന, ജമ്മുവിൽ എത്തുന്നതിന് മുന്നേ പലാംവാല എന്ന് പറയുന്ന സെക്ടറുണ്ട്. ആ പലാംവാല ഇതെല്ലാം പ്ലെയിൻ ഏരിയ. ഇവിടെ ടാങ്കുകളും സാധനങ്ങളും. ഇവർ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ക്രോസ് ചെയ്താൽ ദാറ്റ് മീൻസ് ദ വാർ ഈസ് ഓൺ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇന്ത്യൻ വനിതകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച കൊടും ഭീകരർക്ക് മിസൈൽ ആക്രമണത്തിലൂടെ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പാകിസ്ഥാൻ ഒരു സർപ്രൈസ് അറ്റാക്കിന് മുതിരുമോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടാകുമോ? ഈ വിഷയത്തെക്കുറിച്ച് വിലയിരുത്തുകയാണ് നടനും സംവിധായകനുമായ മേജർ രവി. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ. മേജർ രവി, വെൽക്കം സർ. സർ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ്. പഹൽഗാം ആക്രമണം കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരരുടെ മടയിൽ കയറി ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നോ അതോ ഒരു അപ്രതീക്ഷിതമായൊരു ആക്രമണമായിരുന്നോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതൊരു രാജ്യം പ്രതീക്ഷിക്കും. അതുപോലെ അവരെ പോലെ ഈ ടെററിസം വിറ്റ് ജീവിക്കുന്ന ആളുകൾ ഡെഫിനറ്റായിട്ടും എവിടെയെങ്കിലും എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയാണ്. പക്ഷെ അതിനവർ ഓൾറെഡി പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലൊരു പണി ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ ഓൾറെഡി ഇൻ്റർനാഷണൽ മാഫിയകളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന പല ശക്തികളും ലോകത്തിൽ പലയിടത്തും ഉണ്ട്. അതിനകത്ത് ചില ചാനലുകളടക്കം BBC അടക്കം നടത്തുന്ന പ്രൊപ്പഗണ്ട ദാറ്റ് ഈസ് ടോട്ടലി അഗെൻസ്റ്റ് ഇന്ത്യ. സോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ സിറ്റിംഗ് ഇൻ സോറോസിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ ഇവർക്ക് ഇരുന്നുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് അത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുമാണ്, നമുക്ക് അറിയാവുന്നതാണ്. സാധാരണക്കാർക്ക് അറിയില്ലായിരിക്കും. ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡിങ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അസൂയയും കുരുട്ടും എന്നൊക്കെ നമ്മളിവിടെ പറയുന്നില്ലേ, ഇത് രാജ്യങ്ങൾ തമ്മിലുണ്ട്. ഇത് പണ്ട് മുതൽക്കേ ഉള്ളതാണ്. നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധങ്ങൾ മുഴുവൻ എന്തായിരുന്നു? വെട്ടിപ്പിടിക്കുക, അധികാരം. ഈ ആക്രാന്തം എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ ഒരു പ്രതീകം അതാണ് ഈ പാകിസ്ഥാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പാകിസ്ഥാൻ ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതും അതിനെ ആക്ച്വലി സഹിക്കേണ്ടത് പാകിസ്ഥാൻ തന്നെയാണ്. പക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്നിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ഇതുപോലൊരു അക്രമം ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ല അവരുടേത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും അവർ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഉറിയിലും അല്ലെങ്കിൽ ബാലാക്കോട്ടിലും നടന്ന പോലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഏതെങ്കിലും ഒരു ക്യാമ്പിലൊന്ന് ബോംബിട്ടിട്ടങ്ങ് പോകുന്നുള്ളത്. ഓക്കെ, ഭീകര കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത്. അപ്പം അവർ വിചാരിച്ചത് അങ്ങനെയും അതുപോലെ തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു ഇൻട്രൂഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൗണ്ടർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ് ഈ 4 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ലോങ് ടേം പ്ലാനിങ് എന്നുള്ളതാണ്. ഇനി നീ ഇതുപോലുള്ള ആക്രമണം ചെയ്ത്
എൻ്റെ നാട്ടിൽ സ്ത്രീകളുടെ സിന്ദൂരം വാങ്ങിക്കാൻ നീ വരണ്ട, ഈ പ്രാവശ്യം അതായിരുന്നല്ലോ അതെ അതെ. അവരുടെ ഐഡിയ. എന്തായാലും ശരി, അവർക്കത് തിരിച്ചു കിട്ടുന്നത് സ്ത്രീ ശക്തി എന്താണെന്ന് പോലും കൂടെ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു എൻകൗണ്ടറാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിലും രണ്ട് ചിന്തകളുണ്ടായിരിക്കും, പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആ ഒരു മിസൈൽ ആക്രമണത്തിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇവിടെ കാശ്മീരിലെത്തി 26 സാധാരണക്കാരെ, വിനോദസഞ്ചാരികളെയാണ് കൊന്നൊടുക്കിയത്. നമ്മൾ തിരിച്ച് ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈനികം ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത്. അവിടെ മസൂദ് അസദിൻ്റെ കുടുംബാംഗങ്ങൾ 10 പേർ അവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവിടെ രണ്ട് അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പോൾ മരിച്ചത് മനുഷ്യരാണ് എന്നാണ് പറയുന്നത്. അവിടെ ചില മനുഷ്യത്വത്തിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ കൺസേണിനെ കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പക്ഷേ നമ്മൾ വധിച്ചത് ടെററിസ്റ്റുകളെയാണ്. ആ ഒരു ടെററിസ്റ്റുകൾ ഇല്ലാണ്ടാവേണ്ടത് ലോക നന്മയുടെ ആവശ്യകതയാണ് എന്നുള്ള ആ ഒരു സത്യം മറച്ചു വെച്ചുകൊണ്ട് ചില പ്രൊഫൈലിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ വരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നാണ് സാറിന് തോന്നുന്നത്? ആ പ്രൊഫൈലില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫൈൽ, ഇതാരാണ്, അപ്പോൾ നമ്മൾ ഫോർവേഡ് ചെയ്തു, അങ്ങനെ ആ വ്യക്തിയുടെ പേര് നമ്മൾ അറിയപ്പെടുന്നു. ഇതുപോലെ ഒരുത്തനും ഇവിടെ ഇരിപ്പുണ്ട്, ഒരു തെഹൽക്ക സാമുവൽ എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ അറിയോ എന്നുള്ള അറിയില്ല, എന്തോ മാത്യു സാമുവൽ എന്നാണ് അവൻ്റെ പേര്. ഈ മനുഷ്യൻ്റെ ഇന്നലെ ഞാൻ കണ്ടു 5 റഫാൽ വിമാനങ്ങൾ അടിച്ചിട്ടതിന് പറയുന്നു കേട്ട് കഴിഞ്ഞാൽ വീട്ടിലെ അമ്മ മരിച്ചിട്ടുള്ള സങ്കടത്തോടു കൂടി പറയുന്ന പോലെയാണ്. നല്ല അഭിനയിക്കുമായിരുന്നു. അങ്ങനെ ഒരു ചാനൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആദ്യം കാണുന്ന അക്കൗണ്ട് നമ്പറാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുകയാണ്. പിന്നീട് ഞാൻ ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ട് സംഘടിച്ചു. അവരെനിക്ക് കുറേ പ്രൂഫുകൾ തന്നു. സച്ച് എ ഫ്രോഡ് മാൻ ഹീസ്. മോഹൻലാലിനെ എത്ര വിളിക്കുന്നുണ്ട്, ദുൽഖർ സൽമാനെ മറ്റേ ജിഹാദിയാക്കിയിട്ട് സംസാരിച്ചു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എല്ലാം എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഇപ്പം ഞാൻ അവൻ്റെ പേര് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം? അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് ഡൽഹിയിലൊക്കെ കിടന്ന് കറങ്ങുമായിരുന്നു. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ഈ വ്യക്തി ഒരു തരുൺ തേജ്പാൽ എന്ന് പറയുന്നത്, അദ്ദേഹം തെഹൽക്കയുടെ മുൻ എഡിറ്റർ ആയിരുന്നല്ലോ. എക്സാക്ട്ലി. ആ വ്യക്തിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുള്ള വ്യക്തി ഇവനാണ്. അപ്പൊ സ്വഭാവം ഇതാണ്. എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെയൊക്കെ വെച്ച് യൂസ് ചെയ്യുക. ആ ആളിരുന്നിട്ട് ഇന്നലെ ഒരു ആന്റി നാഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. 5 റഫാൽ വിമാനങ്ങൾ തകർത്ത് വിട്ടു, എന്താ ഇന്ത്യക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വീട്ടിലെ അമ്മ മരിച്ചിട്ടിരിക്കുന്ന ഒരു ശോകഭാവത്തിലൊക്കെയാണ് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് എവിടെ ഇരുന്നും ചോറും തിന്നുകൊണ്ട് ഈ മണ്ണിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന ആള് ഇമ്മീഡിയറ്റ്ലി ഞാൻ ആ സംഭവം എടുത്തിട്ട് നേരെ ഡൽഹിക്ക് അത് വേണ്ടിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ട്. ക്രൗഡ് ഫണ്ടിങ്ങിൽ കൂടെ ഇതിൽ ഞാൻ ഇപ്പം കേട്ടത് എന്താ വെച്ചാൽ ഏതൊരു 3 കോടിയോ മറ്റൊന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് പൈസ ഇടുന്നവരൊക്കെ അടക്കം അവർ നോട്ടപ്പുള്ളിയാക്കും ഡൽഹിയിൽ. അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം പേരെടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഈ പ്രൂഫുകളൊക്കെ കയ്യിലിട്ട് എന്നെപ്പറ്റി തെരുവിളിച്ചൊക്കെ പിന്നെ ഇപ്പോഴൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചു, എനിക്കറിയില്ല എന്തായിരുന്നു എന്നുള്ളത്. അപ്പം സ്വന്തമായിട്ട് നിങ്ങളുടെ കബോർഡിനകത്തൊരു സ്കെൽട്ടൺ ഇരിക്കുമ്പോൾ ഡോണ്ട് ട്രൈ ടു സെഡ്യൂസ് സംബഡി എൽസ്. അപ്പം ആൻറ്റി നാഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിക്കുന്നത് എന്താണ്, 5 റഫാൽ പോയി. ആൾക്കാർ എന്നെ വിളിക്കുകയാണ്. റഫാൽ എന്ന് പറയുന്നത് സച്ച് എ ഹൈലി ടെക്നിക്കൽ ആൻഡ് ക്വാളിഫൈഡ് ആൻഡ് ടെസ്റ്റഡ് എയർക്രാഫ്റ്റ്. പാകിസ്ഥാനെ പോലുള്ളൊരു ചീള് പാർട്ടീസ് 5 എണ്ണം അടിച്ച് നമ്മുടെ മണ്ണിലോട്ട് വീഴ്ത്തുക എന്ന് പറയുന്നത്, വാട്ട് ആർ യു ടോക്കിംഗ്? വെൻ യു ഡോണ്ട് ഹാവ് എനി ഒതൻറ്റിസിറ്റി യു ആർ പ്രൊപ്പഗേറ്റിംഗ്. യുദ്ധം നടക്കുമ്പോൾ ഏത് സമയത്തും പ്രൊപ്പഗണ്ട നടക്കും. ഇത് മഹാഭാരതത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അശ്വത്ഥാമ മരിച്ചു, പറയാമായിരുന്നു ആനശ്വത്ഥാമ എന്നുള്ളത്, എന്തേ പറഞ്ഞില്ല? കൃഷ്ണൻ ശങ്കൂതി. കറക്റ്റ്, അവിടെയാണ്. അപ്പം ഇത് അന്ന് തൊട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതുപോലുള്ള ചില ജേർണലിസം എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീട്ടിലിരുന്ന് സിഗരറ്റും വലിച്ചുകൊണ്ട് ഈ കള്ളും കുടിച്ച് ഇതുപോലുള്ള ന്യൂസുകൾ അടിച്ചിറക്കുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു മാധ്യമ പ്രവർത്തനവും കൂടെ നടന്നിട്ടുണ്ട്. എക്സാക്ട്ല് അവിടെയാണ് ഞാൻ പറയുന്നത്. ഓൾഡ് ന്യൂസിന്റെ സ്ഥാപകൻ മുഹമ്മദ് സുബൈർ, അദ്ദേഹം ഈ പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് വന്ന വ്യാജ വാർത്തകൾക്കെതിരെ വളരെ കരുതലോടെയുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് നടത്തിയത്. അതുമല്ല, പക്ഷെ അദ്ദേഹത്തെ നേരത്തെ ഹിന്ദുത്വ വർഗീയവാദി എന്ന രീതിയിൽ അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ മൂപ്പരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അതുപോലെ ആ വ്യക്തിയെ പോലെ നമുക്ക് അപ്പുറത്ത് വേറെയുണ്ട് മാധ്യമക്കാർ. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തക എന്താണ് ബർക്കാദത്ത്, 99 വാറിൻ്റെ സമയത്ത് ഞാൻ കാർഗിലുണ്ടായിരുന്നു 96 വരയ്ക്ക് മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീസറായിട്ട്.
അത് കഴിഞ്ഞിട്ടാണ് 98 ഞാൻ റിട്ടയർ ആവുന്നതെല്ലാം അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ അറിയുന്നത്. 2008 ഞാൻ കുരുക്ഷേത്ര ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പം ഞാൻ മിലിറ്ററി ഏരിയയിലല്ല താമസിച്ച്, എല്ലാവരുടെയും കൂടെ ഞാൻ ചെറിയൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഹോട്ടലിൽ എൻ്റെ ഇൻഫോമേഴ്സ്, ഞാനന്ന് ഇൻ്റലിജൻസിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഇൻഫോമേഴ്സ് ആയിരുന്ന പഴയ വയസ്സായിട്ടുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു രവി സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വന്ന് ഫാമിലിയോട് കൂടിയിട്ട് വരികയാണ് അവർ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോട്ടൽ കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ താഴത്ത് ഒരു റോഡുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, സാബ് वो लड़ाई का टाइम पे है ना, यहाँ वो जो लड़की जो बाल वगैरह काट के कोई ഇങ്ങനെയാണ് പറയുന്നവർ. അപ്പം ഇങ്ങനെ हाँ हाँ वही साहब वो जितने भी जो बंगर का शूटिंग है ना हेलमेट वगैरह वो रोड पे उस साइड में एक बंगर है उधर ही किया था. സോ ജേർണലിസം ആണോ എന്തായാലും ശരി, സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പം ഈ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമല്ല എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ ഡെബ്രീസ് ഇതുവരെ കിട്ടിയിട്ടില്ല എവിടെയും. ഇവൻ ഏതോ ഒരു ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രൊപ്പഗണ്ട ഞാൻ കേട്ടു, ഇന്ന് കാലത്ത് ഇഷ്ടംപോലെ കോളുകൾ വരികയാണ്, ബട്ടിൻ്റെയിൽ ഒരു മിരാജ് തകർത്തു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഇന്ത്യ ടുഡേയുടെ ന്യൂസ് മാൻ ഒരു വില്ലേജിൽ നിന്നുകൊണ്ട് ഒരു വില്ലേജേഴ്സിൻ്റെ പഞ്ചാബീസിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇവിടെ കളിക്കുന്ന ഈ പ്രൊപ്പഗണ്ട എന്താണ്? പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അടക്കം പറയുന്നത് എന്താണ്? ഇന്ത്യ ഈസ് എഗൻസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് പഞ്ചാബീസ്. അതെന്താണ്? ആ പഞ്ചാബീസിൻ്റെ ഖാലിസ്ഥാൻവാദികളെ കൂടെ പിടിച്ചുകൊണ്ട് ഇവർക്ക് നമ്മളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇവരാദ്യം കൊണ്ടുവന്ന് പാവി വിത്ത് ഹിന്ദു മുസ്ലിം റിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദു ആരെന്ന് ചോദിച്ചിട്ട് ഒരു വെടിവെപ്പ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് നടന്നപ്പം പഞ്ചാബിലത്തെ ആളുകളെ പിടിക്കാൻ വേണ്ടി ഖാലിസ്ഥാൻകാരെ ഇവർ ശല്യം ചെയ്യുന്നു, കനഡയിൽ അവരെ കൊല്ലുന്നു, മറ്റൊന്ന്. പാകിസ്ഥാനാണ് അതൊക്കെ പറയാൻ. ഇത് നമ്മുടെ ഇന്ത്യയിൽ പ്രോബ്ലം അല്ലേ? അല്ല, ഈ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരുദ്ധതയാണെന്ന് തോന്നിയിട്ടില്ലേ? കാരണം 1947 മുതൽ പാകിസ്ഥാൻ രൂപീകൃതമായ അന്ന് മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധതയിലാണ് ആ രാജ്യം നിലനിൽപ്പെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാനിലെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിലാണെങ്കിലും അതിലെല്ലാം ഇന്ത്യ വിരുദ്ധതയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ ഭരണകൂടവും നിലനിൽക്കുന്നത് ഈ ഇന്ത്യ വിരുദ്ധത എന്നൊരു ഒറ്റ ഫാക്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തുടർച്ചയായി ആക്രമിക്കേണ്ടത് പാകിസ്ഥാന്റെ ഒരു നിലനിൽപ്പിന്റെ അനിവാര്യതയായിട്ട് തോന്നിയിട്ടുണ്ട്. അവരൊന്നും മറക്കുന്നുണ്ട്, ഈ ആക്രമണത്തിനും അല്ലെങ്കിൽ ഈ മിലിറ്റന്റ് ആക്ടിവിറ്റീസിനും ഇതിന് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് വെരി ബാഡ്. ഈ സമയത്ത് ഹൗ ക്യാൻ യു അഫോർഡ് ടു ഡു ഓൾ ദിസ് തിങ്സ്? വെൻ യു ഡു ലൈക്ക് ദാറ്റ് യുവർ പീപ്പിൾ സഫർ. അവിടെ അരിക്ക് അപ്പം 500 രൂപയ്ക്ക് വില കൂടും. ഓക്കെ, ഇവിടെ ഇപ്പം പലതിനും വില കൂടുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. പാകിസ്ഥാനിൽ എന്ത് പറ്റി? അവർക്ക് കോഴിയില്ലാതെ ഒരു ഫാമിലി എന്നും വേണത്, എല്ലാവർക്കും വേണത്. പാകിസ്ഥാൻ്റെ ഒരു രീതിയാണത്. ഇവിടെ ഇപ്പം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തൈരില്ലാതെ ഒരാൾക്ക് ചാപ്പാട് കഴിക്കാൻ പറ്റില്ല. എന്തുണ്ടെങ്കിലും അവർക്ക് ലാസ്റ്റ് ഒരു തൈര് സാധനം അല്ലെങ്കിൽ തൈര് വേണം. ഇത് ഓരോരോ ഏരിയയുടെ പ്രത്യേകത. അപ്പം ആ ലെവലിലേക്ക് അവർ കൊണ്ടുവന്നെത്തി. അപ്പോൾ എവിടെ നിന്നായിരുന്നു ഈ ഫണ്ട്? ഈ ടാക്സ് വാങ്ങിച്ചിട്ട് ഈ ടെററിസം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അല്ല, ഈ ടാക്സ് മാത്രമാണോ? ചൈനയിൽ നിന്നുള്ള ഫണ്ടില്ലേ? ഇപ്പൊ ചൈനയിൽ നിന്ന് ഫണ്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒസാമ ബിൻ ലാഡനെ പോലുള്ള ഇസ്ലാമിക് ടെററിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫണ്ടമെന്റലിസം, ഒരു അവർ ഇസ്ലാം എന്ന് ഇവരെ പറയാൻ പറ്റില്ല. ഇസ്ലാമിനകത്ത് ടെററിസം എന്നുള്ള വാക്ക് അങ്ങോട്ട് സ്റ്റാമ്പ് അടിച്ച് കയറ്റിക്കുക. എന്താ വെച്ചാൽ ഇവരൊക്കെ പേരുകൾ ഇസ്ലാം പേരുകളാണ്. അതാണ്. മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിംസ് എന്താ അവിടെ ഒന്നും പ്രശ്നമില്ലാത്തത്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് കമ്മ്യൂണിറ്റി ഈസ് പ്രോബ്ലമാറ്റിക്. ഇറ്റ് ഈസ് സർട്ടൻ ലീഡേഴ്സ്, ദ ഫനാറ്റിക് ബഗേഴ്സ്. അത് ഇത് അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഇപ്പം അവിടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് അകത്തില്ലേ നമ്മുടെ ഇന്ത്യയുടെ ശത്രുക്കൾ. ഇപ്പം ഈ യൂട്യൂബ് ചാനലുകാരനെ കുറിച്ച് പറഞ്ഞ പോലെ ഈ പ്രൊപ്പഗണ്ട മുഴുവൻ അടിച്ചിട്ട് ലോക്കൽ ലെവലിനെയൊക്കെ പേടിപ്പിക്കുകയാണ്. അപ്പം അതിന് എന്നെപ്പോലുള്ള ആൾക്കാർ ടി വി ചെയ്താ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനത് പറയണം ആൾക്കാരുടെ അടുത്ത്. മനുഷ്യർ നിങ്ങളിതൊന്നും വിശ്വസിക്കില്ലേ? ഈ ഒരു യുദ്ധം വന്നാൽ പ്രൊപ്പഗണ്ട ഈസ് അനദർ ബിഗ് വെപ്പൺ. ഗണ്ണിനേക്കാൾ വലിയ വെപ്പനാണ് ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. അത് അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് കാലത്ത് തന്നെ വിളിച്ചിട്ട് ബറ്റിൻ്റെയുടെ കാര്യം ചോദിച്ചു. അവിടെ മിരാജ് വീണിട്ടോ. അത് നമ്മുടെ വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു പാർട്ടിക്കാരനാണ്. ഞാൻ പറഞ്ഞത് നിനക്ക് എങ്ങനെയാ ഈ അപ്പം എനിക്ക് ന്യൂസ് ഇഷ്ടം. അപ്പം എങ്ങനെയാണ് ഇന്ത്യ ടുഡേ ഒരുത്തൻ നിന്നിട്ട് ഇത് പറയുന്നു. ഞാനത് ഫാക്ട് ചെക്ക്. ബറ്റിൻ്റെയിൽ എൻ്റെ കോസ്മേറ്റ് അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒരു കോളേജ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൾക്കാർ വന്ന് ഞാൻ ചോദിച്ചു, പിപ്പി ഉദർ കുछ हाँ यार कोई പാകിസ്ഥാൻ്റെ ഒന്നല്ല, പക്ഷെ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ട്രെയിനിങ് എയർക്രാഫ്റ്റ് ഉണ്ട്, MiG-29 ആണ്. അത് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് തന്നെ അപ്പുറത്ത് ഫീൽഡ് വീണു.
അതിനെ കയറിയിട്ട് പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നും പറഞ്ഞൊരു പ്രൊപ്പഗണ്ട അടിക്കുക. ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റൈലിലാണ് ഇത് പോയിരിക്കുന്നത്. സോ യു ആർ ക്രിയേറ്റിംഗ് സച്ച് എ ഇന്ത്യ തോക്കുന്നു. ഇത് പറയാൻ വേണ്ടിയിരിക്കുന്ന കുറെ ആൻറ്റി നാഷണൽ, സോറി ടു യൂസ് ദാറ്റ്, അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കുറെ ആൻറ്റി നാഷണൽസ് ഇവിടെ ഉണ്ട്. അപ്പൊ കാലത്ത് ഈ ന്യൂസ് വരുമ്പോൾ നമ്മളത് മിരാജ് തട്ടിയിട്ടു. ഒരു ഇന്ത്യ ടുഡേക്കാരൻ വടിയും പിടിച്ചോണ്ട് നിന്നിട്ട് പറഞ്ഞോണ്ടിരിക്കും ഒറ്റയ്ക്ക്, ഭയപ്പെട്ടു പോവാണ്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വന്നെങ്കിൽ സാധാരണക്കാരൻ എന്താ വെച്ചെങ്കിൽ ഇന്ത്യക്ക് അടി കിട്ടാൻ തുടങ്ങി കേട്ടാ. അതിൽ സഹതാപമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷമുള്ള കുറേ എണ്ണം ഉണ്ട്. ഇവിടെ ഊണും കൂറ് അവിടെയും ഉള്ള കുറേ എണ്ണം ഇവിടെയും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ എടുത്തിട്ട് ഈ സമയത്ത് നമുക്കിപ്പം ഈ ചാനലുകാരനെ ഐഡന്റിഫൈ ചെയ്തു, ഈസ് എൻ ആന്റി നാഷണൽ എന്നുള്ളത്. ഫാക്ട് അല്ല പറഞ്ഞിരിക്കും. പ്രൊപ്പഗണ്ട ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. ഇവന് ഈ പ്രൊപ്പഗണ്ട അടിക്കാൻ പൈസ കിട്ടും, അത് നിങ്ങൾക്ക് അറിയില്ല എവിടുന്നാണെന്നുള്ളത്. അപ്പം ഇതുപോലുള്ള ആളുകളെ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അവർക്ക് ഈ ഫിനാൻഷ്യൽ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഹിൻഡ്രൻസ് ആവുന്നത്? എങ്ങനെ ഇവരുടെയൊക്കെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ഉണ്ടല്ലോ, ഈ പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുന്നവർക്ക് കിട്ടുന്ന കാശുണ്ടല്ലോ. They catch hold of certain people. Now BBC has got moles out here. BBC എന്ന് പറയുന്ന ആ ഒരു ചാനലിന് ഇന്ത്യയിലെ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ പ്ലാൻ ചെയ്ത് വെക്കും. അവർ നമ്മുടെ സമൂഹത്തിൽ വലിയ അറിയപ്പെടുന്ന വ്യക്തികളോ അതൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. അതിന് ദേ ആർ പെയ്ഡ് ഹെവിലി. അത് ഏത് ഫീൽഡും കാണും. എന്തുകൊണ്ടാണ് BBC-ക്ക് ഇന്ത്യയോട് ഇത്ര? BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBക്ക്, പക്ഷേ UK-യും ഇന്ത്യയും തമ്മിൽ നല്ലൊരു സൗഹൃദ അന്തരീക്ഷമാണല്ലോ. സൗഹൃദം ഉണ്ടെങ്കിലും പണ്ടും ഇന്നും UK-ക്കെല്ലാം ആ ഒരു പഴയ ഒരു ഇതുണ്ട്, ഞങ്ങളെ അടിച്ച് പുറത്താക്കിയെന്നുള്ളത്. അവരിവിടെ വന്ന് ലൂട്ട് ചെയ്ത് പോയിട്ടുള്ളത് അവർക്കറിയില്ല. ഇന്ന് അവരത് അങ്ങനെയാണെങ്കിൽ ഈ ലൂട്ടിന്റെ മാലാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ BBC എന്ന് പറയുന്നത് there are certain agenda in the world. No other country should be equal to us. അപ്പം അവരുടെ ഈ അല്ലെങ്കിൽ ആ ഗോദ്ര ഇഷ്യൂവിൻ്റെ സച്ച് എ പ്രൊപ്പഗണ്ട ഡോക്യുമെൻ്ററിയാണ് അവർ ചെയ്തത്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫാക്ട് പറ, എന്ത് നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളത്. അതില്ലാതെ പകുതിക്ക് വെച്ച് മുറിച്ചിട്ട് ഇതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ബയസ്ഡ് ആകും. അപ്പോൾ ഇത് കാണുന്നവൻ അല്ലാതെ ഇങ്ങനെയായിരുന്നു ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഈ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ നടക്കും. അപ്പം ഇന്നിപ്പോൾ ഞാനത് ചെക്ക് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായത് ടെക്നിക്കൽ സ്ലാഗിൽ ഈ ഇതുപോലുള്ള MiG-29 ക്രാഷ് അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പൈലറ്റ് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞെങ്കിൽ മിരാഷ് പോയി, പൈലറ്റ് രണ്ടുപേരും കാണാനില്ല, കത്തിപ്പോയി എന്നൊക്കെയാണ്. അവിടെ ഇഞ്ചോർഡ് ആയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. എന്താ പറ്റിയെങ്കിൽ ഇതവിടെ വീണപ്പോഴത്തേക്കും ഫീൽഡ് എല്ലാവരും കൂടെ ചെന്നപ്പം അതിനകത്തുള്ള എന്തോ എക്സ്പ്ലോഷൻ അത് അങ്ങ് പൊട്ടിയപ്പം എല്ലാം കൂടിയിട്ട് ഇവർക്ക് തീ പിടിച്ചിട്ട് ഇഞ്ചോർഡ് ആയിട്ടുണ്ട്. പൈലറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം. അപ്പൊ യുദ്ധസമയത്ത് വരുന്ന പ്രൊപ്പഗണ്ടകൾ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഊതി കുടിക്കണം. അല്ല, ഈ യുദ്ധസമയത്ത് വരുന്ന ഇത്തരം പ്രചാരണങ്ങളെ തടയാനായിട്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഒരു സംവിധാനം അനിവാര്യമല്ലേ? സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വേണം. ഇപ്പം എന്നെ പോലുള്ളത് ഇപ്പം ഈ ഒരു ചാനലുകാരനെ കുറിച്ച് ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതൊരു മലയാളത്തിൽ നിന്ന് പറയുന്നതാണ്. ഇത് അവിടെ നമ്മൾ കൊടുത്തിട്ട് ഇനി അവരത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ അറിഞ്ഞാൽ ഇത് കാര്യങ്ങളൊക്കെ അറിയാം. അവൻ്റെ പിറകിൽ തുടങ്ങുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എത്ര പേരാ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്? യു ഷുഡ് ടേക്ക് ഇനിഷ്യേറ്റീവ്. ഇതുപോലുള്ള ഫാക്ട് ചെക്ക് നോക്കൂ, ഇല്ല. എന്നിട്ട് പിന്നെ നോക്കും മിരാഷിൻ്റെ ഒരു എയർക്രാഫ്റ്റ് തകർന്ന് കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ അയക്കും. അത് മിരാഷ് അല്ല, അത് 29 വിങ്ങിൻ്റെ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പോലുള്ള കഴിവ് സാധാരണക്കാരനില്ല. ഫേസ്ബുക്കിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ടോട്ടലി. അങ്ങനെയാണ് വലിയൊരു രാജ്യത്തിനെ നമ്മൾ മാനസികമായിട്ട് തകർക്കുന്നത് ഈ പ്രൊപ്പഗണ്ട അടിച്ചിട്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സജ്ജർ ഗുൽ എന്നൊരു തീവ്രവാദി, പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ സജ്ജർ ഗുൽ, അയാള് കേരളത്തിലെത്തി ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു, പഹൽഗാമിൽ പോയി അവിടെ ആസൂത്രണം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളും ഒന്ന് ഭയചകിതരായി. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാശ്മീരത്തെ ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല നീ കാശ്മീരാണെങ്കിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയല്ല ഇന്ത്യ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളം പഠിച്ചിട്ടുള്ളത്. അതല്ല, ആരാണെങ്കിലും അഡ്മിഷൻ കൊടുക്കും. പക്ഷേ ഇവൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ അറിയാം. അതല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഇപ്പം മൊസാദിൻ്റെ, ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ കട്സാസ് 32 കട്സാസ് പല ലോകരാഷ്ട്രങ്ങളിലും ഉണ്ട്. അവർ ഉറങ്ങിക്കിടക്കുന്ന സ്ലീപ്പിംഗ് സെൽസുകളാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന സ്ലീപ്പിംഗ് സെൽസ് എന്ന് പറയുന്നത് അവരിവിടെ ചിലപ്പം പെട്ടിക്കട വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും വർഷങ്ങളായിട്ട്. കല്യാണം കഴിച്ച് സെറ്റിലായി കാണും വർഷങ്ങളായിട്ട്, 10, 16, 20 വർഷങ്ങൾ. ചിലതെന്തായി അവർ റിട്ടയർമെൻ്റ് ആകുമ്പോൾ ഇവരങ്ങ് പോകുന്നു, ഒരു ഓപ്പറേഷൻ നടക്കുക.
പക്ഷെ ചിലർക്ക് ഇപ്പം സദ്ദാം ഹുസൈൻ്റെ സമയത്ത് ഇറാഖിൽ ഖട്സാസാണ് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആയത്. അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന 2 ഖട്സാസും കൂടെ പിന്നെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്ത് എന്താണ് സദ്ദാം ഹുസൈൻ്റെ ആ ഒരു ന്യൂക്ലിയർ പോളിസി ഇതെല്ലാം അവരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരാൾക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ ആ സ്ലീപ്പിംഗ് സെൽസുകൾ പലയിടത്തും പല രാജ്യത്തുണ്ടാവും. ഇതുപോലെ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിനകത്തും സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ അത്രയും സെക്യൂരിറ്റി ആ ഒരു സെൻസ് ഉള്ളവരല്ല. ആരെങ്കിലും പോകുന്നത് അവയ്ക്ക് നമ്മുടെ ഏരിയയിൽ ഒരുത്തനെ കാണാൻ ഇല്ല, ഇവനെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇവളെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ, ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ദ പോലീസ്. പോലീസ് പാടായിരുന്നു, വേറെ പണിയുണ്ട്. അല്ല, നമുക്കിപ്പോ പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവുമാണല്ലോ മനുഷ്യത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. പരസ്പര വിശ്വാസവും സ്നേഹവും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ സംശയത്തോടെ കാണാന്ന് പറയുന്നത് ഇതാണ് ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരപ്പവിടവരാണ്. മനുഷ്യരെ അല്ലേ നിങ്ങൾ കൊല്ലുന്നതെന്ന് ചോദിച്ചു. അവിടെ പോയിട്ട് ടെററിസ്റ്റുകളെയാണ് നമ്മൾ കൊന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് മനുഷ്യരെ കൊന്നപ്പോൾ നിങ്ങൾ ഈ മനുഷ്യന്റെ സംസാരം ഒന്നും കേട്ടില്ലല്ലോ. ഇവിടെ വന്ന് നിങ്ങൾ ഈ 26 പേരെ കൊന്നപ്പം അന്നെന്തേ നിങ്ങൾ മനുഷ്യരെ കുറിച്ച് സംസാരിക്കാന്ന്? അന്നെന്താ ഇവിടെ ആരും കേരളത്തിൽ നിന്നും മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് നടക്കായിരുന്നു? സോ യു ആർ ഓൾ ബയസ്ഡ്. നിങ്ങളുടേതായിട്ടുള്ള ചില ആശയങ്ങളുണ്ട്, അത് ആ ആശയം എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. എൻ്റെ ആശയം നിങ്ങൾ ഉൾക്കൊള്ളില്ല, കാരണം എൻ്റെ ആശയം പെട്രിയോട്ടിസമാണ്. സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് യു വിൽ ക്രിട്ടിസൈസ് മീ, യു വിൽ അബ്യൂസ് മീ, യു അബ്യൂസ്. അങ്ങനെയല്ല, കാരണം ഈ ഒരു ആക്രമണത്തിൽ നിങ്ങളെന്ന് പറയുന്ന സമയത്ത് കേൾക്കുന്നവരിൽ പലരും ആ പെട്രിയോട്ടിക് ഫീലിംഗ് ഉണ്ടാവില്ല. എന്നിട്ട് ഓ ഇയാള് മാത്രം വലിയൊരു രാജ്യസ്നേഹി, അവിടെയും സർക്കാസ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നേതാവ് ചെഗോറയാണെങ്കിൽ എൻ്റെ നേതാവ് ഭഗത് സിംഗ് ആയിരിക്കും. എനിക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നേ, ഞാൻ എന്തിനും ക്യൂബയിലും അർജന്റീനയിലൊക്കെ പോകുന്നത്. അത് എൻ്റെ പ്രിൻസിപ്പിൾ, എൻ്റെ പോളിസി. സോ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചോദ്യം ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ, അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ? അതാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. മൗലാന മസൂദിൻ്റെ ഫാമിലിയിലത്തെ 12 പേരെ കൊന്നപ്പോൾ അവർ മനുഷ്യരല്ലേ? എൻ്റെ പെങ്ങന്മാർക്ക് ആ വിധവയാക്കി പറഞ്ഞു വിട്ട ഈ 26 പേരുടെ അതിൽ 10-20 പേര് മാരീഡാണ്. അവർ മനുഷ്യരല്ലായിരുന്നു. അവർക്ക് കുട്ടികളില്ലേ? അവർക്ക് അമ്മമാരില്ലേ? അച്ഛന്മാരില്ലേ? എന്തെല്ലാം ഉണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഈ മനുഷ്യാവകാശം ഒന്നും കേട്ടില്ലല്ലോ. മനുഷ്യാവകാശം ടെററിസ്റ്റുകൾക്ക് മാത്രമുള്ളതാണ്, അത് മനുഷ്യന്മാർക്കുള്ളതാണ്, നോട്ട് ഫോർ ദ ടെററിസ്റ്റ്. അതെ, തീർച്ചയായിട്ടും. ആ വാക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. മനുഷ്യാവകാശം എന്നുള്ള മനുഷ്യന്മാർക്ക്, ടെററിസ്റ്റുകൾ മനുഷ്യന്മാരല്ല. തീർച്ചയായിട്ടും അല്ല. പണ്ടൊക്കെ ആശയപരമായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ സ്വാതന്ത്ര്യം അത് മറ്റൊരു രാജ്യത്ത് നിന്ന് കിട്ടാൻ വേണം, അവരെ നമുക്ക് ടെററിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് കാശ്മീരിൽ വരുന്നത്, അത് കാശ്മീരിനെ ലിബറേഷൻ ചെയ്യാൻ വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളല്ല. കാശ്മീർ ഈസ് ഓൾറെഡി എ ലിബറേറ്റഡ് സ്റ്റേറ്റ്, ബട്ട് യു ക്യാപ്ചേർഡ് ഹാഫ് ഓഫ് ഇറ്റ്, നൗ യു വാണ്ട് എവറിത്തിങ്. അതിലെന്ത് ന്യായമാണ്? അവിടെയാണ് ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, ആ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ ഇനിയുള്ള ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അത് വിനോദസഞ്ചാരത്തിൻ്റെ ഒരു പറദീസയായിരുന്നു. സാമ്പത്തികമായി ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടായിട്ടുണ്ട്. ഈ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ അത് ഇന്ത്യക്ക് പൂർണ്ണമായി തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഭാഗ്യവാന്മാരായി. സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതാണ്. അല്ല, അവർ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരോടാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കേണ്ടത്. അവിടുത്തെയല്ല ഇവിടുത്തെയല്ല, രണ്ടിൻ്റെ ഇടയിൽ അവർ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സെൻറ്റിമെൻറ്റ്സ്, അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ല. പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യയിലത്തെ മുസ്ലിംസിനെ അവർ കണക്കാക്കുന്നില്ല ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുന്നത്. അവർ ഇന്ത്യൻ മുസ്ലിംസ് എന്നാണ് വിളിക്കുന്നത്. അതിലവരെന്താ പറയുന്നത്? നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമൊന്നും തോന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നവരാണ് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ കിടക്കുന്ന പാവങ്ങൾ. അവർക്ക് അവരുടെ ഗവൺമെൻറ് പോലും സബ്സിഡിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, വെൽഫെയർ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഇന്ത്യയിലോട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഈ കാശ്മീരിന് കിട്ടുന്ന ബെനിഫിറ്റ് അവർക്കും കിട്ടും. അപ്പോൾ ദേ ആർ ഓൾസോ ലുക്കിംഗ് ഫോർ ഇറ്റ്. അതാണ് പറഞ്ഞത്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ 6 സ്ട്രൈക്ക് അവിടെയുള്ള ക്യാമ്പുകളെ തകർത്തു കഴിഞ്ഞു. അല്ലെ, പുഞ്ച് മേഖലയിൽ അതാണ് പുഞ്ച് മേഖലയിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടക്കുന്നുണ്ടല്ലോ, അതിൽ നിരവധി പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ ഇപ്പോൾ 99-ന് ശേഷം ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇല്ലാതാക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു വിലയിരുത്തൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത, അതിനുള്ളൊരു അന്തരീക്ഷമാണോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്?
പാകിസ്ഥാൻ അതിനുള്ളൊരു ശേഷിയുണ്ടോ? ഇന്ത്യയുമായി യുദ്ധം നടത്താനുള്ള ശേഷിയില്ലാത്ത രാജ്യമാണ്. ശേഷിയില്ലെങ്കിൽ പോലും ഈ ഇന്ത്യ വിരുദ്ധത നിലനിർത്താനായിട്ട് പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് മുതിരുമോ? ആ ശേഷി എന്നുള്ള വാക്കിൽ അവരുടെ ശേഷിയില്ലായ്മ എവിടെയാണെന്നറിയോ? ചിന്തിക്കാനുള്ള ശേഷിയില്ലായ്മ. മറ്റു ശേഷി ഇല്ല. നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നത്തിങ്. ഒരാഴ്ച കൊണ്ട് എല്ലാം കൂടെ തീർക്കാവുന്ന ഒരു ഇതേ ഉള്ളൂ അവരുടെ കപ്പാസിറ്റി എന്നുള്ളത്. നമ്മുടെ എവരെയും പട്ടാളത്തിൻ്റെ തന്നെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു 7000 പേരുണ്ടായിരിക്കും പാരാമിലിറ്ററി അടക്കം ചേർത്ത്. നമുക്ക് 25 ലക്ഷത്തോളം കിടക്കുകയാണ്, അവരുടെ 7 ലക്ഷം കിടക്കുക. ഇത് എവിടെയാണ് ഇക്വേഷൻ? ഒന്നുമില്ല. പടപടാന്നങ്ങ് തീരുന്നില്ല. പിന്നെ ഈ ടെക്നിക്കൽ ഹൗ, ഏത് എയർക്രാഫ്റ്റ് എന്താന്നുള്ളത് അതിലും നമ്മൾ അപ്രാനില്ല. സോ ആ കമ്പാരിസൺ വിട്ടേക്കും. പിന്നെ വിൽ പവറിൽ നമ്മുടെ സോൾജേഴ്സ് ഗോട്ട് സോളിഡ് വിൽ പവർ. പാകിസ്ഥാനീസ് ഡോണ്ട് ഹാവ്. വൈ? ബിക്കോസ് ദേ ആർ ഓൾവേസ്, ഏത് സമയത്തും പാകിസ്ഥാനി സോൾജേഴ്സ് ഓഫീസേഴ്സായിട്ട് ചേരില്ല. കാരണം അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഞങ്ങളെ മുമ്പിലേക്ക് വിട്ടിട്ട് നിങ്ങൾ പറയിൽ നിൽക്കും, നിങ്ങൾ ഒരെണ്ണം പോലും മരിക്കുന്നില്ല. ഇവിടെ ഈക്വലി നിങ്ങളിപ്പോൾ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കും, ക്യാപ്റ്റൻ മരിച്ചു, ബത്ര, അത് ഇതെന്ന്. ഓഫീസേഴ്സ് എലോങ് വിത്ത് ദ സോൾജേഴ്സാണ് ഇവിടെ. അവിടെ അങ്ങനെയല്ല. ജാവുദർ ആകെ ജാവ്, ആകെ ജാവ്, ആകെ ജാവ്, ഇപ്പം പറയുന്ന നിൽക്കും. ഇത് അവിടുത്തെ പെട്ട ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവരുടെ മൊറാലെന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പോൾ ഒരു യുദ്ധത്തിലോട്ട് വരിക എന്നുള്ളത് പാകിസ്ഥാൻ അങ്ങനെ മണ്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു നാശമാണ്. പക്ഷേ പൂഞ്ച് രജോരി സെക്ടറിൽ ഷെല്ല് ചെയ്യാൻ അത് എന്നും നടക്കുന്നതാണത്. കാരണം തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം പൂഞ്ചിൽ അപ്പുറത്ത് പാകിസ്ഥാൻ ടൗണ്, ഇപ്പുറത്ത് നമ്മുടെ ടൗണ്, ഇങ്ങനെയാണ് അവിടുത്തെ ഏരിയ. അപ്പോൾ ഈ ഷെല്ലിംഗ് ഉള്ളത് അതിൻ്റെ പിറകിൽ അപ്പുറത്ത് അവിടെയും ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുക. അതെന്നും ഒരു യൂഷ്വൽ സംഭവമാണ്. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു റിച്വൽ പോലെ അതുണ്ടായിരിക്കും. അപ്പം അതിൽ കുറച്ചുകൂടെ ഒന്ന് കൂടിക്കാണുമായിരിക്കും ഇപ്പം. ഓക്കെ, അതൊരു യുദ്ധത്തിലോട്ട് പോകുന്നതല്ലാതെ യുദ്ധത്തിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുക. ആ ബോർഡർ എവിടെയാണ് തുടങ്ങുന്നത്? ജമ്മുവിലോട്ട് ഇങ്ങ് വരുമ്പോൾ ജമ്മുവിൽ എത്തുന്നതിന് മുന്നേ പലാംവാല എന്ന് പറയുന്ന സെക്ടറുണ്ട്. ആ പലാംവാല ഇതെല്ലാം പ്ലെയിൻ ഏരിയ ആണ്. ഇവിടെ ടാങ്കുകളും സാധനങ്ങളും. ഇവർ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ക്രോസ് ചെയ്താൽ ദാറ്റ് മീൻസ് ദ വാർ ഈസ് ഓൺ. അതുവരയ്ക്ക് ഈ സെറ്റിൽഡ് വാർ തന്നെ നടക്കും. പിന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പോലും ലോകരാഷ്ട്രങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, വി വാണ്ട് സൈലൻസ്, അവരടുത്ത് പോകാൻ സമാധാനം വേണം. വേണമെന്നുള്ളത്. സർ, ഇതിപ്പോൾ 9 ഭീകര കേന്ദ്രങ്ങൾ, അതിനകത്ത് ഒരു കേന്ദ്രം ടെററിസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രമുണ്ട്, ടെററിസ്റ്റ് നഴ്സറി എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രമുണ്ട്. ഈ ടെററിസ്റ്റ് നഴ്സറിയിലാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഡേവിഡ് കോഡ്ലിയും അതുപോലെ തന്നെ അജ്മൽ കസബിനൊക്കെ ട്രെയിനിങ് കൊടുത്ത കേന്ദ്രങ്ങൾ. അതെല്ലാമാണ് ഇപ്പോൾ ഇന്ത്യ തവിട് പൊടിയാക്കിയിരിക്കുന്നത്. അവരുടെ മടയിൽ കയറി തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു ശക്തമായ ഒരു ആക്രമണം നടത്തിയുണ്ട്. ഇന്നലെ വാർത്തകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ ബന്ധുക്കളുടെ മൃതദേഹം കണ്ട് മസൂദ് കരഞ്ഞു എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ മൃതദേഹങ്ങളുടെ പുറത്ത് പാകിസ്ഥാൻ ആർമി പാക് പതാകയാണ് വിരിച്ചിരിക്കുന്നത്. അപ്പം അത്തരം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, ഇത്തരം ഒരു വലിയൊരു ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതിനവർക്ക് തുനിയാൻ സാധിക്കുമോ? മൗലാന മസൂദിന് കണ്ണീര് വന്നെങ്കിൽ, അവൻ്റെ സ്വന്തക്കാരെ മരിച്ചു കിടക്കുന്ന ബോഡി കണ്ടിട്ട് കണ്ണീര് വന്നെങ്കിൽ, 14 ദിവസം മുന്നേ ഇവിടെ 26 പേരെ കൊന്നിട്ട് അവരുടെ സ്വന്തക്കാർ, നമ്മുടെ നാട്ടിലെ രാമേന്ദ്രേട്ടൻ്റെ മകള്, തൊട്ടടുത്ത് ഒരടിക്ക് അപ്പുറത്തിരിക്കുന്ന അച്ഛൻ്റെ തലയ്ക്ക് വെടിവെക്കുന്ന ശബ്ദം കേട്ട് കണ്ടിട്ടുള്ള മകള്, ആ മകളുടെ മക്കള് 2 പിള്ളേർ, അവര് കൊച്ചുകുട്ടികൾ, ഇവരെല്ലാം ഈ അനുഭവിച്ച ഷോക്കും ഇതുമെല്ലാം മൗലാന മസൂദ് നീ ഇതിലും കൂടുതൽ അനുഭവിക്കണം. നിന്റെ മക്കളെയും പേരക്കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനല്ല ഞങ്ങൾ അവിടെ വന്നത്. നീ എന്തിനാണ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകളിൽ നിന്റെ ഭാര്യയും കുട്ടികളെ അവിടെ വെച്ചിരിക്കുന്നത്, ബന്ധുക്കാരെ വെച്ചിരിക്കുന്നത്? സോ ബേസിക്കലി യു ആർ എ ടെററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു ഇതുമില്ല. അപ്പം നിനക്ക് കിട്ടേണ്ട പനിഷ്മെൻറ്റ്, ഇന്ത്യ നീ മായ്ച്ച സിന്ദൂരം ശക്തമായിട്ടത് ബോംബായിട്ട് നിന്റെ തലയിൽ തന്നെ വന്ന് വീണു. പക്ഷെ നിന്റെ തലയിൽ വീണില്ല. കാരണം വെച്ചാൽ നിനക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. നീ ഇനിയും അനുഭവിക്കണം. നീ അത്രയും ഇന്ത്യക്കാരെ അനുഭവിച്ചിട്ട് വേദനിപ്പിച്ച് ഇന്ന് നിന്റെ കണ്ണിൽ കണ്ണീര് വന്നെങ്കിൽ ദാറ്റ് മീൻസ് നിനക്ക് കുറച്ച് മനുഷ്യത്വം ബാക്കിയുണ്ടാ. മാപ്പ് പറഞ്ഞ് സറണ്ടർ ചെയ്തിട്ട് പടച്ചോൻ്റെ അടുത്ത് മാപ്പും പറഞ്ഞിട്ട് അവിടെ കയറി ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഇനി ഇല്ല ടെററിസം. ഇത് കണ്ടിട്ടെങ്കിലും നീ പഠിച്ചാൽ നിനക്ക് കൊള്ളാം, പാകിസ്ഥാന് കൊള്ളാം. ഇതിൻ്റെ പ്രതികാരമായിട്ട് നീ ഇവിടെ വരികയാണെങ്കിൽ നീ ഇനിയും അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ മൗലാന. അതിനുള്ള മറുപടിയാണ്. കാരണം ഹിമാൻഷി നൽവാർ, അതെ അതെ, ആ കുട്ടിയുടെ ആ ഒരു ഇരിപ്പ്, അതെ,
ആ ഇരിപ്പിലും സാധാരണമായിട്ടുള്ള ആ കുട്ടിയുടെ ഭർത്താവ് ഒരാൾ, നിന്റെ 15 എണ്ണം നിന്റെ വേണ്ട ഒരു 4 വശത്തും കിടക്കുന്നു, നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. നീ കരയോടാ. നിന്റെ കണ്ണീര് മാത്രമല്ല വരിക, നിന്റെ കണ്ണിൽ നിന്ന് ചോര വരും. അതുവരയ്ക്കും ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. ഇതാണ് ഇന്ത്യ, ഇന്ത്യയുടെ സ്ത്രീ ശക്തി. അതും കഴിഞ്ഞ് ഇന്ത്യയുടെ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ലോകത്തിനോട് വിളിച്ചു പറയാൻ വേണ്ടി 2 വീര നാരികളാണ്. സോ ഐ എം ഇംപ്രസ്ഡ് വിത്ത് മൈ ഗവൺമെന്റ്. ഇത് പറയുന്ന സമയത്ത് മോദിജിനെ എനിക്ക് ഇംപ്രസ് എന്ന് പറഞ്ഞാൽ ആർക്ക് ചിന്തിക്കാൻ പറ്റുന്ന പോലല്ല. ഒരക്രമം നടന്നു, പെട്ടെന്ന് പോയിട്ട് ആക്രമിക്കില്ല, അതിന് പേരിട്ടു സിന്ദൂർ. ഇവിടെ മായ്ച്ച സിന്ദൂറിന് സിന്ദൂരം കൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് അതിൻ്റെ ഫൈറ്റർ പൈലറ്റുകളൊക്കെ ലേഡീസിനാണല്ലോ അതിനെ പിതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ലോകത്തിനോട് പറയാൻ 2 വീരനാരികൾ അവിടെ വന്നിട്ട് അത് പറയണം, ഞങ്ങൾ എന്നത് ചെയ്തു, എന്നത് ചെയ്തു, ഇന്ന ചെയ്തു. അവിടെ ഇരുന്ന് കാണുന്നവൻ വിചാരിക്കും വെറുതെ ഇത് ചെയ്യണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ അവിടുത്തെ ആണുങ്ങളെ മാത്രമേ പോയി, ഇപ്പം ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങൾ മുന്നിലേക്കാണ് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാഷ്ട്രം, രാജ്യം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വെറുതെ പേപ്പറിൽ പറഞ്ഞാൽ കാര്യമില്ല. അത് ലോക്സഭയിലും രാജ്യസഭയിലും എല്ലായിടത്തും അത് കാണിക്കണം. നിങ്ങളിവിടെ നിങ്ങളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും സ്ത്രീയാണെന്നും പറഞ്ഞ് ഭാര്യയാണെന്ന് പറഞ്ഞ് ജോലി കൊടുക്കുന്നതല്ല സ്ത്രീ ശാസ്ത്രീകരണം. കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കും നിങ്ങൾ ജോലി, അതുപോലെ അവരെ കൊണ്ടുവരും മുന്നോട്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഈ ഒരു സമയത്ത് ആർമിക്ക് ഇൻസ്പിറേഷൻ കൊടുക്കണമല്ലോ. അദ്ദേഹം നമ്മളുടെ മലയാളികളുടെ എല്ലാം ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്, മലയാളികളുടെ അഭിമാനമാണ്. അദ്ദേഹത്തിന് ഏത് രീതിയിൽ ഇന്ത്യൻ ആർമിക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കും? ഈ സമയത്ത് മോഹൻലാൽ അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് മോഹൻലാൽ ഈസ് നോട്ട് എ സോൾജർ ബൈ പ്രൊഫഷൻ, ഈസ് എ സോൾജർ ബൈ സെലക്ഷൻ ടു ഇൻസ്പയർ ദ കിഡ്സ്. എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്നു, ലാലേട്ടൻ മുമ്പിൽ ഞങ്ങൾക്കൊന്ന് ഇമ്പ്രസ് ചെയ്യണം ഇതുള്ളത്. അതൊരു യുദ്ധസമാനമായിട്ടൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ പല രീതിയിലും സെക്യൂരിറ്റി ഞാനടക്കം ചോദിച്ചിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് വരില്ല, കാരണം നിങ്ങളെയും കൂടെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് പ്രശ്നമാണ്. അപ്പം ഈ സമയത്തല്ല. ഇപ്പം വയനാട്ടിൽ സംഭവം നടന്നു, അവിടെ അവിടെ കംപ്ലീറ്റ് ആൾക്കാർ 30 ബറ്റാലിയൻകാർ അവിടെ ഉണ്ട്, അവിടെ പോവും, നമ്മൾ പോയി. അപ്പം അതിനെപ്പോലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കേരളക്കാരാണ് ഇവിടെ ഉള്ളത്. അതാണ് കാരണം ലാലേട്ടൻ ഇപ്പോ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴത്തെ കമന്റ് ഇട്ടിട്ടില്ലേ? ആ കമന്റ് ഇട്ടത് കൂടുതലും സംഘപരിവാർ പ്രൊഫൈലിൽ നിന്നാണ് അത്തരം കമന്റുകൾ വന്നിരിക്കുന്നു എന്നുള്ള. അതെന്താണെന്ന് പറഞ്ഞാൽ അതൊരു സിനിമയാണ്, ആ സിനിമയുടെ ഒരു പ്രത്യാഘാതമാണ്. അതെല്ലാം ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് അതിനകത്ത് ലാലിന് ഒരു കയ്യും ഇല്ല എന്നുള്ളത് ഞാൻ പറയും. പക്ഷേ പിന്നെ നിങ്ങളൊരു കൂട്ടായ്മ ലാലിനും കൂടെ കൂടിയില്ല, ലാലും ഉണ്ട്, അവിടെയുണ്ട്, ഇവിടെ. ലെറ്റ്സ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്, ഡെഡ് ചാപ്റ്ററാണ്. ഇപ്പം ലാലിന് എന്തുകൊണ്ട് അവിടെ പോയില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാക്കി. ഞാൻ ഇന്ന് കാലത്ത് പാങ്ങോട് ഇന്ന് പേപ്പറിൽ, മനോരമ പേപ്പറിലാണ് ഞാനത് കണ്ടത്. ഇവിടെ ഇത് വാളണ്ടിയറായിട്ട് റിട്ടയർഡ് ആൾക്കാർക്ക് പോകാമെന്ന്. ഞാൻ ഇന്ന് കാലത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് അയച്ചു കൊടുത്തു. അവർ സർ യു ഐ സെഡ് യെസ്, പുട്ട് മൈ നെയിം ഓൺ ടോപ്പ് എന്നും. അത് കണ്ടിട്ടെങ്കിലും ആൾക്കാർ വരട്ടെ. അപ്പോഴത്തേ എനിക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് വരാൻ തുടങ്ങി. സാർ നമ്മളെല്ലാം പേര് കൊടുക്കുന്നു. ഇതാണ് ലാലെന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു യൂണിഫോം ഇട്ട് അപ്പം അവിടെ പോയി വയനാട്ടിൽ. ആ പോയതിന് ശേഷം ഇവരുടെ മൊറാൽ വേറെയാണ്. അതിനിടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കൈക്കൂലി. അവിടുന്ന് ഒരു ജേഴ്സി ഉണ്ട് അവിടെ, ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, പണ്ട് TL ആയിരുന്നു. ഇവൻ റിക്രൂട്ട്മെന്റിന് കാശ് വാങ്ങിച്ചിട്ട് CBI-ക്കാരടക്കം എനിക്ക് ഇൻഫോം ചെയ്തിട്ട് അവനെ ഞങ്ങൾ മാറ്റിയത്. ഇവൻ മോഹൻലാലിന് വേണ്ടി അവിടെ കുത്തിത്തിരിപ്പ് എല്ലായിടത്തും ഉണ്ട്. ഈ കുത്തിത്തിരിപ്പ് അല്ല, ഈ ഒരു കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും. കാരണം സാർ നേരത്തെ പറഞ്ഞല്ലോ എമ്പുരാൻ ലാലേട്ടൻ കണ്ടില്ല പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ലാലേട്ടൻ തന്നെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു എമ്പുരാൻ കണ്ടിരുന്നു. അതിന് ഞാനിപ്പോൾ ഒറ്റ ഷോട്ടിലും പറയാം. ഒരാൾ വേറെ ഏതെങ്കിലും സ്റ്റേജിൽ വന്നിട്ട് എന്തെങ്കിലും ഞാനെന്ന് പറയാം, ആണോ കണ്ടു, ഞാനും കണ്ടു. അപ്പം നമുക്ക് ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാം. അത് ക്ലോസ് ആയിട്ടുള്ളതാണ്. എൻ്റെ ഒരു കോൺട്രവേഴ്സി കാരണം കുറേ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് വിട്ടേക്കത്. സർ, തുടരും സിനിമ കണ്ടായിരുന്നോ? ഫാന്റാസ്റ്റിക്. നമ്മളുടെ ഈ പാട്രിയോട്ടിസ് വളരെ ക്രിയേറ്റീവായിട്ടും വളരെ കൺവിൻസിംഗ് ആയിട്ടും അവതരിപ്പിച്ച സിനിമയായിരുന്നു കീർത്തിചക്ര. അപ്പോൾ ലാലേട്ടൻ മേജർ രവി കോംബോ ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ? വരാം, അടുത്ത് തന്നെ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താന്ന് ഇതായിരിക്കും, നല്ലൊരു കഥ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുള്ളി മിലിറ്ററി അല്ല, പക്ഷെ ലാലേട്ടൻ്റെ കുറച്ചൊരു ഏജ് ആയിട്ടുള്ള, അതിനകത്ത് വരുന്ന മുണ്ടും മടക്കി കുത്തി നാട്ടിൽ റിട്ടയർ ആയിട്ടുള്ള ഒരാളുടെ ഒരു സംഭവമായിട്ടാണ് വരുന്നത്. അപ്പം അതിനകത്ത് യു ക്യാൻ എക്സ്പെക്ട് സംതിങ് ബെറ്റർ.
ഞാനും കുറച്ച് ഒരു തിരക്കിലായതുകൊണ്ടാണ് ഈ ഓട്ടം. അടുത്ത് തന്നെ വിൽ ബി ടോക്കിങ്. എനിക്ക് ഓൾറെഡി ഡേറ്റ് തന്നാണ് ഓപ്പറേഷൻ രാഗത്തിന്. അത് നടക്കാതെ ഇങ്ങനെ നിൽക്കാൻ നീണ്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിനകത്തും കാണാൻ വലിയൊരു ചേഞ്ച്. സോ അതൊക്കെ വരുമ്പോൾ വരട്ടെ. സോ നമുക്ക് നിർത്താം ഇപ്പോൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.